ചാലക്കുടി പുഴയുടെ വൈന്തല പ്രോജക്ട് കടവ് ഞർലക്കടവ് വിഭാഗത്തെ 1.58 കോടി രൂപയുടെ സൗന്ദര്യവൽക്കരണ സംരക്ഷണ പ്രവൃത്തിയുടെ നിർമ്മാണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി നിർവഹിച്ചു. സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണത്തോടുകൂടി ഈ പ്രദേശവാസികളുടെ ആശങ്കയ്ക്ക് പരിഹാരമാകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട് പുഴകളെ സജ്ജമാക്കുന്നതിനും കുടിവെള്ള ലഭ്യതയ്ക്ക് പ്രാധാന്യം നൽകിയും വിവിധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കാടുകുറ്റി വില്ലേജിൽ വാർഡ് 1 പ്രോജക്ട് കടവിനും ഞർലക്കടവിനും ഇടയിൽ 470 മീറ്റർ നീളത്തിൽ 4 മീറ്റർ ഉയരത്തിൽ കരിങ്കല് കെട്ടിയാണ് സംരക്ഷണ പ്രവൃത്തികൾ നടത്തുന്നത്. പുഴ ദിശമാറി ഒഴുകുന്ന സ്ഥലമായതിനാൽ മഴക്കാലത്ത് സ്ഥിരമായി വെള്ളം കരയിലേക്ക് ഇരച്ചു കയറുന്നത് കാരണം നേരിടുന്ന മണ്ണിടിച്ചിൽ ഒഴിവാക്കുകയാണ് ലക്ഷ്യം. പാളയംപറമ്പ് മനപ്പടി റോഡിലെ പുഴയോരത്തിന് സമീപം നടന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ഇറിഗേഷൻ സെൻട്രൽ സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ SK രമേശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീന ഡേവിസ്, വാർഡ് അംഗം KC മനോജ്, ജലസേചന വകുപ്പ് ചീഫ് എഞ്ചിനീയർ R പ്രിയേഷ്, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സാഹചര്യം, ഒരുപാട് കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, വലിയ നാശനഷ്ടങ്ങളാണ് നമ്മുടെ പ്രദേശത്തുണ്ടായത്. 2012 മാത്രമല്ല, എല്ലാ മഴക്കാലത്തും നമ്മുടെ പുഴ തീരത്ത് താമസിക്കുന്ന കർഷകർക്കൊക്കെ വലിയ പ്രയാസങ്ങൾ നമ്മൾ ഓരോ വർഷവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പുഴയിൽ പലപ്പോഴും അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന നീരൊഴുക്ക് പല പ്രദേശങ്ങളിലും മണ്ണിടിച്ചിലിനും കൃഷിനാശത്തിനും എല്ലാ വർഷങ്ങളിലും ഇത്